ഹലോ ഫ്രണ്ട്സ്, മൂവി അപ്ഡേറ്റ്സിന് ചാനലിലേക്ക് സ്വാഗതം. അരമന ഫോർ എന്ന് പറഞ്ഞ പടത്തിലത്തെ അച്ചച്ചോ എന്ന് പറഞ്ഞ വീഡിയോ സോങ് വന്നു. പിന്നെ ലിറ്റിൽ ഹാർട്സ് എന്ന് പറഞ്ഞ പടത്തിലത്തെ നാം ചേർന്ന വഴികളിൽ എന്ന് പറഞ്ഞിട്ടുള്ള പാട്ടും വന്നിട്ടുണ്ട്. പിന്നെ ഇങ്ക നാന്താൻ കിങ് എന്ന് പറഞ്ഞിട്ടുള്ള സന്താനത്തിൻ്റെ പടത്തിലത്തെ മാല് മാല് എന്ന് പറഞ്ഞ പാട്ട് വന്നു. പിന്നെ ഗുരുവായൂർ അമ്പൽ നടയിൽ എന്ന് പറഞ്ഞ പടത്തിലത്തെ കെ ഫോർ കൃഷ്ണ എന്ന് പറഞ്ഞിട്ടുള്ള ഫസ്റ്റ് പാട്ടും പുറത്തിറങ്ങിയിട്ടുണ്ട്. ഇത് അജു വർഗീസാണ് പാടിയിട്ടുള്ളത്. പിന്നെ മച്ചാൻ്റെ മാലാക എന്ന് പറഞ്ഞ പടത്തിലത്തെ പോസ്റ്റർ വന്നു. ജൂൺ 14 പടം റിലീസാവുന്നത്. ഈ പടത്തിൻ്റെ പോസ്റ്റർ മുന്നിറങ്ങിയ ദിലീപിൻ്റെ പവി കെയർ ടേക്ക് കെയർ എന്ന് പറഞ്ഞ പടത്തിൻ്റെ പോസ്റ്ററുമായിട്ട് നല്ല ബന്ധമുള്ള പോസ്റ്റർ തന്നെയാണ്. പിന്നെ രാസാവതി എന്ന് പറഞ്ഞ പടം മെയ് 10 റിലീസാകാൻ പോകുന്നത്. അതിന് യുബാരി സർട്ടിഫിക്കറ്റാണ് കിട്ടിയിട്ടുള്ളത്. പിന്നെ ആ പടത്തിൻ്റെ സ്നീക്ക് പീക്കും പുറത്തിറങ്ങി. പിന്നെ സ്റ്റാർ എന്ന് പറഞ്ഞിട്ടുള്ള കവിൻ്റെ പടത്തിലത്തെ 3 days to go എന്ന് പറഞ്ഞിട്ടുള്ള പോസ്റ്ററും പിന്നെ പടത്തിന് ക്ലീൻ യൂസ് സർട്ടിഫിക്കറ്റാണ് കിട്ടിയിട്ടുള്ളതെന്നും അറിയിച്ചുകൊണ്ടൊരു പോസ്റ്റർ ഇറക്കിയിട്ടുണ്ട്. പിന്നെ മന്ദാകിനി എന്ന് പറഞ്ഞ പടം മെയ് 24 പുറത്തിറങ്ങിയതെന്നുള്ള അറിയിച്ചുകൊണ്ട് പുതിയ പോസ്റ്റർ വന്ന്. പിന്നെ SK30 സന്ദീപ് കിഷൻ്റെ 30ാമത്തെ പടത്തിൽ നിന്ന് ബർത്ത്ഡേ വിഷ് എന്നുള്ളൊരു പോസ്റ്റർ വന്ന്. പിന്നെ മായാവി എന്ന് പറഞ്ഞ പടത്തിൽ നിന്നും ഒരു ബർത്ത്ഡേ വിഷ് കൊണ്ടുള്ള പോസ്റ്റർ ഉണ്ട്. പിന്നെ മാരി സെൽവരാജിൻ്റെ അടുത്ത പടം അനൗൺസ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഒരു പോസ്റ്റർ വന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പടം അറിയിച്ചിട്ടുണ്ട്. ധ്രുവ് വിക്രമാണ് പടത്തിൽ അഭിനയിക്കുന്നത്. അനുപമ പരമേശ്വരനാണ് നായിക എത്തുന്നത്. എന്തായാലും ഫസ്റ്റ് ലുക്ക് ഇതാണ്. ബാക്കിൽ ഒരു കാളുടെ ഇത് കൊടുത്തിട്ടുണ്ട്. പടത്തിന്റെ പേര് ബൈസൺ എന്നാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ അതേമാതിരി അനുപമ പരമേശ്വരന്റെ ലോക്ക്ഡൌൺ എന്ന് പറഞ്ഞ പടത്തിന്റെ പോസ്റ്റർ വന്നിട്ടുണ്ട്. പിന്നെ പ്രദീപ് രംഗനാഥന്റെ അടുത്ത പടത്തിന്റെ പേര് ഡ്രാഗൺ എന്നുള്ളതാണെന്ന് അറിയിച്ചിട്ടുണ്ട്. പിന്നെ ആര്യ ഇറങ്ങിയിട്ട് ഇപ്പോൾ 20 വർഷമായിട്ടുണ്ട്. അതേമാതിരി സുകുമാർ ഫിലിമിന്റെ ഫീൽഡിൽ വന്നിട്ട് ഇപ്പോൾ 20 വർഷമായിട്ടുണ്ട്. പിന്നെ മാർക്കോ എന്ന് പറഞ്ഞ പടത്തിന്റെ BTS ബിഹൈൻഡ് ദ സീന് വന്നു. മെയിനായിട്ട് പറയാനുള്ള അതിലത്തെ BGM ആണ്. ഗംഭീരമായിട്ട് തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട് രവി ബസറും. പിന്നെ കൂ എന്ന് പറഞ്ഞ പടത്തിൻ്റെ ഒഫീഷ്യൽ ട്രെയിലർ വന്നു. ഇതിൽ ദേവനന്ദയാണ് അഭിനയിക്കുന്നത്. ഷൈജു കുറുപ്പും ഉണ്ട് കൂടെ. പിന്നെ ദ ബോയ്സ് എന്ന് പറഞ്ഞ സീരീസിൻ്റെ സീസൺ 4 വരാൻ പോവുകയാണ്. ജൂൺ 13 പുതിയ സീസൺ വരാൻ പോകുന്നത്. പിന്നെ TFM 3 എന്നുവെച്ചാൽ ദ ഫാമിലി മാൻ്റെ സീസൺ 3യുടെ ഷൂട്ടിംഗ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പോസ്റ്ററും വന്നു. പിന്നെ ടിക്കി ടക്ക എന്ന് പറഞ്ഞ പടത്തിൻ്റെ ഭാഗമായിട്ട് ആസിഫലിൻ്റെ ഒക്കെ ഫോട്ടോ വരുന്നുണ്ട്. പിന്നെ നെസ്ലിൻ്റെ അടുത്ത് വരാൻ പോണ പടങ്ങളിൽ ഒരു പടമാണ് അയം കാതൽ എന്ന് പറഞ്ഞിട്ടുള്ള പടം. ഈ പടം പ്രേമലുവിൻ്റെ മുന്നേ ഷൂട്ടൊക്കെ കഴിഞ്ഞതായിരുന്നു. പക്ഷേ പ്രേമലാണ് ഫസ്റ്റ് ഇറങ്ങിയത്. എന്തായാലും ഈ പടം ജൂണിൽ റിലീസാവുന്നുള്ള കേൾക്കുന്നുണ്ട്. ജൂൺ 13 ഒക്കെ ആയിരിക്കും എന്നുള്ള രീതിയിൽ കേൾക്കുന്നുണ്ട്. ജൂൺ 13, 14 ഇത് കഴിഞ്ഞിട്ട് വേറെ വരാൻ പോണ ഒരു പടമാണ് മോളിവുഡ് ടൈംസ് എന്ന് പറഞ്ഞിട്ടുള്ള പടം. ആ പടത്തിൻ്റെ ഒരു പോസ്റ്റർ വന്നിട്ടുണ്ട്. ഇത് മുകുന്ദൻ ഉണ്ണി അസോസിയേറ്റ്സ് എന്ന് പറഞ്ഞ പടം എടുത്ത ആളാണ് എടുക്കാൻ പോകുന്നത്. പിന്നെ ഇന്ത്യൻ 2 ജൂണിന് ജൂലൈയിലും മാറ്റിയെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ജൂലൈ 11, 17, 18 ഈ 3 ദിവസങ്ങളിൽ ഏതെങ്കിലും ദിവസമായിരിക്കും വരിക എന്നുള്ളതാണ് കേൾക്കുന്നത്. പിന്നെ ഗർ എന്ന് പറഞ്ഞിട്ടുള്ള കുഞ്ചാക്കോബനും സുരാജ് വെഞ്ഞാറും കൂടെ അഭിനയിക്കുന്ന പടത്തിൻ്റെ റിലീസ് ജൂൺ 14 എന്നുള്ളത് അറിയിച്ചിട്ടുണ്ട്. പിന്നെ കൂലി എന്ന് പറഞ്ഞിട്ടുള്ള രജനീകാന്ത് അഭിനയിക്കുന്ന ലോകശേഖരൻ രാജ് എന്ന പടത്തിൻ്റെ ഫസ്റ്റ് ഹാഫിൻ്റെ സ്ക്രിപ്റ്റ് ലോക്കായിട്ടുണ്ട് എന്നുള്ള രീതിയിൽ കേൾക്കുന്നുണ്ട്. പിന്നെ ടോക്സിക് എന്ന് പറഞ്ഞിട്ടുള്ള യഷിൻ്റെ അടുത്തിറങ്ങാൻ പോണ പടം 2 പാർട്ടിലായിരിക്കും വരിക എന്നാണ് കേൾക്കുന്നത്. പിന്നെ കൽവ എന്ന് പറഞ്ഞിട്ടുള്ള പടം മെയ് 10 OTT റിലീസ് ആവുന്നതാണ്. പിന്നെ ഗോഡ്സില ഇൻറ്റു കോങ് ദ ന്യൂ എംപയർ എന്ന് പറഞ്ഞിട്ടുള്ള ഇംഗ്ലീഷ് പടം മെയ് 13 ആമസോൺ പ്രൈമിലൂടെ പുറത്തിറങ്ങുന്നതാണ്. ഇംഗ്ലീഷ്, തമിഴ്, തെലുങ്ക്, ഹിന്ദി എന്ന് പറഞ്ഞ ഭാഷകളിലായിരിക്കും വരിക. പിന്നെ ആവേശം എന്ന് പറഞ്ഞ പടം ആമസോൺ പ്രൈമിലൂടെ തന്നെ മെയ് 9 റിലീസാവുന്നുള്ളത് ഇപ്പോൾ ഒഫീഷ്യലി കൺഫേം ചെയ്തു. എന്തായാലും പടം 150 കോടി ഇപ്പോൾ ആയിട്ടുണ്ട് എന്നുള്ളതാണ് കേൾക്കുന്നത്. പക്ഷേ OTT റിലീസ് കുറച്ച് നേരത്തെ ഇപ്പോൾ 28 ദിവസമായിട്ട് ആയിട്ടുള്ളൂ തിയേറ്റർ കളിക്കാൻ തുടങ്ങിയിട്ട്. ഇനിയും കളക്ഷൻ കുറേ വരാൻ പറ്റിയിരുന്നു. അപ്പോൾ തന്നെ അവരിറക്കി. പിന്നെ ബറോസ് എന്ന് പറഞ്ഞിട്ടുള്ള മോഹൻലാൽ ഡയറക്ഷൻ ചെയ്യുന്ന പടം. മോഹൻലാൽ അഭിനയിക്കുന്നുണ്ട് പടത്തിൽ. ഈ പടം സെപ്റ്റംബർ 12 റിലീസാകുന്നുള്ള ഒഫീഷ്യലി കൺഫേം ചെയ്തു. പിന്നെ D150 ദിലീപിൻ്റെ 150ാമത്തെ പടം സെപ്റ്റംബർ 13 പുറത്തിറങ്ങുന്നുള്ളതാണ് കേൾക്കുന്നത്. പിന്നെ റായ് എന്ന് പറഞ്ഞിട്ടുള്ള ധനുഷിൻ്റെ 50ാമത്തെ പടം. ധനുഷ് എടുക്കുന്ന പടം തന്നെയാണ്. ആ പടത്തിൻ്റെ അപ്ഡേറ്റ് വരും എന്ന് പറഞ്ഞിരുന്നു 6 മണിക്ക്. എന്തായാലും അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. വേറെ ഒന്നല്ല, പടത്തിൻ്റെ ഫസ്റ്റ് സിംഗിൾ മെയ് 9 പുറത്തിറങ്ങുന്നുള്ള അറിയിച്ചുകൊണ്ടാണ്. പടം ജൂണിലെ റിലീസാകുന്നതും കൊടുത്തിട്ടുണ്ട്. ജൂൺ 13 ആയിരിക്കും റിലീസ് എന്നാണ് കേൾക്കുന്നത് കൂടുതലും. പിന്നെ ഈ പാട്ട് പാടിയിട്ടുള്ളത് ധനുഷ് തന്നെ ആയിരിക്കും എന്നുള്ളതാണ് കേൾക്കുന്നത്. A. റഹ്മാനാണ് മ്യൂസിക് ചെയ്യുന്നത്. പിന്നെ തഗ് ലൈഫിൻ്റെ എന്തോ ഒരു അപ്ഡേറ്റ് വരുന്നുണ്ട് 8 എന്ന് വെച്ചാൽ നാളെയാണ് പുറത്തായി വരുന്നത്. എ ന്യൂ തഗ് ഇൻ ടൗൺ എന്ന് പറഞ്ഞിട്ട് ഒരു പോസ്റ്റർ വെക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതേമാതിരി കുറച്ച് ഫോട്ടോസൊക്കെ ലീക്ക് ആയിട്ടുണ്ടായിരുന്നു. കമൽഹാസന് സിലംബരസനൊക്കെ കൂടി നിൽക്കുന്ന ഒരു ഫോട്ടോ. എന്തായാലും സിലംബരസൻ്റെ ഒരു ഗ്ലിംസോ അല്ലെങ്കിൽ ഒരു പോസ്റ്ററോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും വരിക എന്നുള്ളതാണ് തോന്നുന്നത്. എന്തായാലും ഇന്ന് സിഗ്മ തഗ് റോൾസ് എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ പുറത്തിട്ടിട്ടുണ്ട്. എന്നുവെച്ചാൽ നാളെ 10 മണിക്കാണ് അതിൻ്റെ ഒരു വീഡിയോ അല്ലെങ്കിൽ പോസ്റ്റർ വരാൻ പോകുന്നത്. അത് അറിയിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ ആണ്. പിന്നെ തലപതി ക്രിസ്റ്റീനായ H. വിനോദ് തന്നെ ആയിരിക്കും കൊടുക്കുക എന്നുള്ളതാണ് കേൾക്കുന്നത്. എന്തായാലും നല്ല പടം ആവട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. ആ പടം ഓഗസ്റ്റ് ലാസ്റ്റിലൊക്കെ ആയിട്ട് ഷൂട്ട് തുടങ്ങും എന്നുള്ളതും കേൾക്കുന്നുണ്ട്. പിന്നെ വിജയുടെ ബർത്ത്ഡേക്ക് ജൂൺ 22 പടത്തിൻ്റെ അനൗൺസ്മെൻറ്റ് ഉണ്ടാകുന്നതും കേൾക്കുന്നുണ്ട്. പിന്നെ മമ്മൂട്ടി ടെർബോ എന്ന് പറഞ്ഞിട്ടുള്ള പടം ആൾക്കാർ കൂടുതൽ വെയിറ്റ് ചെയ്യുന്ന ഒരു പടമാണ്. ആ പടത്തിൻ്റെ മാൾട്ടയിലുള്ള ബുക്കിംഗ് ഓപ്പൺ ആയിട്ടുണ്ട്. പിന്നെ അയർലൻഡിൽ AKS എൻ്റർടൈൻമെൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനിയാണ് പുറത്തിറക്കുന്നത്. പിന്നെ ഫ്രഞ്ചിൽ ഫിലിമി ഡിസ്ട്രിബ്യൂട്ടേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനിയാണ് പുറത്തിറക്കുന്നത്. പിന്നെ
പോളണ്ടിൽ യുണൈറ്റഡ് ഫിലിംസ് യൂറോഫ എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനിയാണ് പുറത്തിറക്കുന്നത്. പിന്നെ മലേഷ്യയിൽ യുണൈറ്റഡ് ഇന്ത്യ എക്സ്പോർട്ടേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനിയാണ് പുറത്തിറക്കുന്നത്. പിന്നെ സ്വിസ്സിൽ N&N ക്രിയേഷൻസ് എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനിയാണ് പുറത്തിറക്കുന്നത്. പിന്നെ കുറച്ച് മുന്നേ വരെ ഒരു പോസ്റ്റർ ഇറക്കിയിരുന്നു. എന്ന് വെച്ചാൽ മെയ് 23 ആക്കി റിലീസ് ഡേറ്റ് എന്ന് പറഞ്ഞിട്ടൊരു പോസ്റ്റർ ഇറക്കിയിരുന്നു. അപ്പോൾ ആ പോസ്റ്ററിൽ മമ്മൂട്ടിയുടെ കയ്യിലൊരു സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ ആ സംഭവം പിടിച്ചിട്ടുള്ള ഒരു പോസ്റ്റർ അല്ലെങ്കിൽ ഫോട്ടോ പുറത്ത് വന്നിട്ടുണ്ട്. അതിൻ്റെ മുന്നേ ഒരു സംഭവം വന്നു, ട്രെൻഡിങ് 2-ലാണ് IMDb എന്ന് പറഞ്ഞിട്ടുള്ളത്. അതായിരുന്നു ഒഫീഷ്യൽ ഫസ്റ്റ് ഇറക്കിയ പോസ്റ്റർ. അതിൻ്റെ ഒരു വലിയ ഫോട്ടോ എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ നേരത്തെ കാണിച്ച ഫോട്ടോ വന്നിട്ടുള്ളത്. എന്തായാലും IMDb ഏറ്റവും കൂടുതൽ ആൾക്കാർ വെയിറ്റ് ചെയ്യുന്ന പടങ്ങളിൽ 2ാം സ്ഥാനത്താണ് ടർബോ എടുക്കുന്നത്. ഫസ്റ്റിൽ കൽക്കി 2898 AD എന്ന് പറഞ്ഞിട്ടുള്ള പടമാണ്. അതിൻ്റെ മുന്നേ ഒരു പോസ്റ്റർ വന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു ഗംഭീര പോസ്റ്ററായിട്ടാണ് എനിക്ക് തോന്നിയത്. റെഡ് ബ്ലാക്ക് ഷെയ്ഡിലായിട്ടാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഈ പോസ്റ്ററൊക്കെ ജൂൺ 13 റിലീസ് ഡേറ്റ് അറിയിച്ച പോസ്റ്ററും അതേമാതിരി മെയ് 23 എന്ന് പറഞ്ഞിട്ട് അറിയിച്ച പോസ്റ്ററും ഇപ്പോൾ നേരത്തെ കാണിച്ച പോസ്റ്ററിനൊക്കെ ആയിട്ട് ആ സമയത്ത് നടക്കുന്ന ലുക്കിലുള്ള പോസ്റ്റേഴ്സാണ് എന്നാണ് എനിക്ക് തോന്നിയത്. പിന്നെ ഈ പോസ്റ്ററിൻ്റെ തന്നെ ബാക്കിലത്തെ റെഡ് ബാക്ക്ഗ്രൗണ്ടും ടർബോ എന്നുള്ള എഴുതിയതൊക്കെ കളഞ്ഞിട്ട് ഒഫീഷ്യലി പടത്തിൽ എങ്ങനെയാണ് വരുന്നതെന്നുള്ളത് ആ ലുക്കിൽ തന്നെ പുറത്ത് വിട്ടിട്ടുണ്ട്. പിന്നെ ഇന്നൊരു പുതിയ പോസ്റ്റർ വന്നിട്ടുണ്ട്. എന്താണ് ആ പോസ്റ്റർ? ഗംഭീര പോസ്റ്ററായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇത് ഫസ്റ്റ് ലുക്കിൽ മമ്മൂട്ടി ജീപ്പിൽ നിന്ന് ഇറങ്ങി വരുന്ന കാണിച്ചിരുന്നു. അത് കഴിഞ്ഞിട്ട് മുണ്ട് മടക്കി വെത്തുന്ന രീതിയിലുള്ള പോസ്റ്ററായിട്ടാണ് തോന്നിയത്. എന്തായാലും വേറെ ലെവൽ പോസ്റ്ററായിട്ടാണ് എനിക്ക് തോന്നിയത്. നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ പടത്തിൻ്റെ ഡിജിറ്റൽ റൈറ്റ്സും സാറ്റലൈറ്റ് റൈറ്റ്സും ഒക്കെ ക്ലോസ് ആയി എന്നുള്ളതാണ് കേൾക്കുന്നത്. ഈ സാറ്റലൈറ്റ് റൈറ്റ്സ് എടുത്തിട്ടുള്ള ഏഷ്യാനെറ്റാണെന്നുള്ള കേൾക്കുന്നുണ്ട്. ഡിജിറ്റൽ റൈറ്റ്സ് മിക്കവാറും ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറോ ആമസോൺ പ്രൈമോ ആയിരിക്കും. കൂടുതലും ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ ആവാനാണ് ചാൻസ്. പിന്നെ പടത്തിൻ്റെ പുതിയ പോസ്റ്റേഴ്സൊക്കെ തിയേറ്ററിൽ കുറേ വരുന്നുണ്ട്. എന്തായാലും ഞാൻ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് 2-3 എണ്ണം. പിന്നെ പടത്തിൻ്റെ ട്രെയിലറിൻ്റെ സെൻസറിങ് കഴിഞ്ഞിട്ടുണ്ട്. UA സർട്ടിഫിക്കറ്റ് ആണ്. പടത്തിനും അങ്ങനെ UA സർട്ടിഫിക്കറ്റ് തന്നെ ആയിരിക്കും. എന്തായാലും ട്രെയിലറിൻ്റെ ഡ്യൂറേഷനായിട്ട് പറയുന്നത് 2 മിനിറ്റ് 14 സെക്കൻഡാണ്. ഒരു ഗംഭീര ട്രെയിലറാണെന്നാണ് കേൾക്കുന്നത്. അങ്ങനെ തന്നെ ആവട്ടെ. പിന്നെ പടത്തിൽ സോനൽ ദേവരാജ് ഒരു ഐറ്റം സോങ്ങിൽ വരുന്നുണ്ട് എന്നുള്ളതാണ് കേൾക്കുന്നത്. എന്തായാലും പടത്തിൻ്റെ ട്രെയിലർ വന്നിട്ട് സെറ്റ് ആവുകയാണെങ്കിൽ ഹൈപ്പ് വീണ്ടും വർദ്ധിക്കും. അപ്പോൾ ബോക്സ് ഓഫീസ് വേറെ ലെവൽ കലക്കലായിരിക്കും വിലക്കുക. അപ്പോൾ ഇതുപോലത്തെ അപ്ഡേറ്റ്സ് കിട്ടാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും. ബൈ.